ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിത്ത് ആൻ അടിപൊളി വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കിക്കോണേ. അപ്പോൾ നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്ന സാധനമാണ് ആപ്സ് ഗുഡ്നെസ്സിൻ്റെ ഈ ഒരു ബീട്രൂട്ട് പൗഡർ. ഇതൊരു ചെറിയ സാഷയാണ്, ഇതിന് 10 രൂപയേ ഉള്ളൂ കേട്ടോ. ഞാൻ കടയിൽ കയറിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി വാങ്ങിച്ചു. കാര്യം ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇത് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം, എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്നത് നമുക്കറിയണ്ടേ. എന്തായാലും ഇത് യൂസ് ചെയ്തിട്ട് എനിക്കൊരു ബെറ്റർ റിസൾട്ട് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിത് വാങ്ങിക്കും, അതായത് വലിയ പാക്കറ്റ് മേടിക്കും. അപ്പോൾ ഇത് പൊടി ഇട്ട സമയത്ത് ഇത് മൂക്കിലോട്ട് അടിച്ച് കയറിയപ്പോൾ വല്ലാത്തൊരു സ്മെല്ലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് തുമ്മാനൊക്കെ വന്നു. പക്ഷേ വലിയ പ്രശ്നമില്ല, അത് ബീട്രൂട്ടിൻ്റെ ഒരു ഡ്രൈ ആകുമ്പോൾ ചിലപ്പോൾ ആ ഒരു സ്മെല്ലായിരിക്കാം മേ ബി. അപ്പം ഞാനിത് മിക്സ് ചെയ്യാനായിട്ട് റോസ് വാട്ടറാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത്, പിന്നെ നമ്മൾ ഒത്തിരി വെള്ളം ആദ്യം ഒഴിച്ച് ലൂസായി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കുറേശ്ശെ ഒഴിച്ച് നമുക്ക് വേണ്ടത്ര കൺസിസ്റ്റൻസിയിൽ അതാക്കിയെടുക്കാം. ദെൻ നമുക്കിത് ഫേസിലൊന്ന് അപ്ലൈ ചെയ്തെടുക്കാം. അത് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് നമ്മുടെ ലിപ്സ്റ്റിക്കിലെ പീൽ ഓഫ് മാസ്ക് ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, നമ്മൾ പീൽ ചെയ്തെടുക്കുന്നത്, അത് അപ്ലൈ ചെയ്യുമ്പോൾ അതേ ഒരു ഫീലായിരുന്നു എനിക്ക് കിട്ടിയത്. അതിൻ്റെ കൺസിസ്റ്റൻസി വന്നിട്ട് അതുകൊണ്ടൊക്കെയായിരുന്നു. അങ്ങനെ ഞാൻ ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്തെടുത്തു. സത്യം പറഞ്ഞാൽ ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് വരുമ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. കാര്യം ഇത് ഫുള്ള് വന്ന് കഴിയുമ്പോൾ, കാര്യം കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് പേടിക്കുമോ എന്നുള്ളത്. പക്ഷേ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാനിങ്ങനെ ഫേസിൽ ഫുള്ള് അത് അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ബീട്രൂട്ട് മാസ്കിൻ്റെ ഗുണങ്ങൾ നോക്കാം. ഗുണങ്ങൾ അറിയാതെ ഇത് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലോ തരും, പിന്നെ റിങ്കിൾസ് കുറയ്ക്കും, പിന്നെ ലിപ്സിലുള്ള പിഗ്മെൻറ്റേഷൻ, പിന്നെ നമ്മുടെ ചുണ്ടിനുള്ള പിഗ്മെൻറ്റേഷൻ എല്ലാം കുറയ്ക്കും. ഹൈപ്പർ പിഗ്മെൻറ്റേഷന് ഇത് ബെസ്റ്റ് ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ലിപ്പിൽ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. കാര്യം ഞാൻ ഈയിടെയായിട്ട് ലിപ്സ്റ്റിക്ക് ഒത്തിരി യൂസ് ചെയ്യുന്നതുകൊണ്ട് സത്യമായിട്ട് എൻ്റെ ചുണ്ട് നല്ലപോലെ ഡാർക്ക് ആകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങളിത് മേടിച്ച് വെച്ചിട്ട് ലിപ്സിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക, പിന്നെ നെക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാര്യം എനിക്കൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരാഴ്ചയായിട്ട് ഒരു റുട്ടീൻ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മളിടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഫുള്ളിങ്ങനെ അപ്ലൈ ചെയ്തെടുത്തു. പിന്നെ ഈ കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ അത് ഡ്രൈ ആകുമ്പോൾ അതിങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. ആ പോർഷനിൽ ഞാൻ കൂടുതൽ ഇട്ട് നമ്മുടെ വ്രിങ്കിൾസ് ആൻറ്റി ഏജിങ്ങിനൊക്കെ നല്ലതാണെന്ന് കേട്ടോ പറയുന്നത്. അങ്ങനെ മൊത്തത്തിൽ അപ്ലൈ ചെയ്തെടുത്ത്. ദൈവമേ, എന്നെ ഈ കോലത്തിൽ ഇപ്പോൾ എൻ്റെ കെട്ടിയവനെങ്ങാനും കണ്ട അങ്ങനെ അറ്റാക്ക് വന്ന് ചത്തു, ഈശ്വര. എന്തായാലും ഇവിടെ ഇല്ലാത്തത് എൻ്റെ ഭാഗ്യം. അങ്ങനെ നമ്മൾ ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്തെടുത്തു. ഇനി നമുക്കിത് ഡ്രൈ ആകാൻ വെയിറ്റ് ചെയ്യാം. അങ്ങനെ വേണ്ട ഡ്രൈ ആയി വന്നപ്പോൾ ഏകദേശം ഇതുപോലായി കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായി കണ്ടിട്ട്, ദൈവമേ കഴുകാൻ പോകണമെങ്കിൽ എന്തോ ആകുമോ എന്തോ. അങ്ങനെ നമ്മൾ കഴുകിയെടുത്തു. ഇനിയുള്ള റിസൾട്ടാണ് നിങ്ങൾ കാണേണ്ടത്. ഒരടിപൊളി ഗ്ലോയിങ് സ്കിൻ. പറഞ്ഞു വരുമ്പോൾ എന്താണെന്നറിയത്തില്ല, ഈയിടെയായിട്ട് നാക്കിൽ കെട്ട് വീഴുന്നുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ നമ്മൾ നോക്കിയേ, നമ്മുടെ ഈ ഫേസ് പാക്ക് ഉണ്ടായിരുന്ന സ്ഥലവും ഇല്ലായിരുന്ന സ്ഥലവും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. അവിടെ നല്ല പോലെ അറിയാം, കാര്യം മേൽഭാഗം നല്ല ഡാർക്കാണ്, പിന്നെ അത്യാവശ്യം നല്ലൊരു ഗ്ലോ ഒക്കെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നെറ്റിയുടെ അവിടെയൊക്കെ ഒരുമാതിരി നമ്മൾ ഈ സ്ട്രോപ്പ് ക്രീമൊക്കെ അപ്ലൈ ചെയ്ത പോലത്തെ ഒരു സംഭവം. പിന്നെ എന്തുണ്ട്, മൂക്കിൻ്റെ അവിടെയൊക്കെ ആ ഒരു തിളക്കം വന്നിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ലിപ്സിലെ പിഗ്മെൻറ്റേഷൻ താഴത്തെ ലിപ്സിലെ കുറഞ്ഞിട്ടുണ്ട്, മേളത്തെ കുറഞ്ഞായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ താഴത്തെ ലിപ്സിൻ്റെ പിഗ്മെൻറ്റേഷൻ എനിക്ക് ഒറ്റ യൂസിൽ കുറഞ്ഞ നല്ല റിസൾട്ടാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ. ബായ്.